എവിടെയല്ല ഞാൻ സംഭാവന ചോദിച്ച എന്തൊരു മടിയാ. അല്ല വെറുതെ അല്ലല്ലോ, ചോദിച്ചിട്ടല്ലേ. എന്താ പിന്നെ ചേട്ടാ പച്ചത്തേന്ന് നോക്കിയേ, ഇനി ഫുൾ സെറ്റിൽമെന്റ്. ആ അപ്പൊ തൊഴിലാളി വർഗത്തിന്റെ പോക്കറ്റ് കാര്യമാക്കി അർത്ഥം. ചേട്ടാ ചേട്ടനത് പറയുന്നത്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എന്ന് കരുതി ഞങ്ങൾക്കും ജീവിക്കട്ടെ ചേട്ടാ. ഓ എന്ന് എന്നതിൽ തന്നെ. ആ അയ്യോ ഇതൊന്നും വേണ്ട. ദോശയും മുട്ടയും കഴിച്ചോളൂ. യാത്ര ചെയ്ത് വന്നല്ലേ, നല്ല ക്ഷീണം കാണുമെന്ന് എനിക്കറിയാം. ഏതായി പുതിയ കക്ഷി? അയ്യോ അറിയില്ലേ? ഇല്ല. നമ്മുടെ പുതിയ പോസ്റ്റ്മാനാ, പേര് ഉണ്ണികൃഷ്ണൻ. ഇവനാൾ ഉണ്ണി തന്നെ. ചേട്ടാ, ഉണ്ണിയുടെ താമസക്കാര്യം ആ പഴയ പോസ്റ്റ്മാൻ താമസിച്ച വീട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ? അതെ. അതിനെന്താ, നമുക്ക് ശരിയാക്കാം. ശരിയാവൂലടാ. വാ നിൽക്കൂ ചേട്ടാ, ആ വീട് ഒന്ന് കാണിച്ചു കൊടുക്ക. എടി മോളെ, അപ്പം കടം വാങ്ങിയത് നേരാ. നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ പലിശ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്. പണ്ടത്തെ പോലെയാണോ? ഇപ്പെല്ലാം കമ്പനി സാധനങ്ങളല്ലേ. എന്തായാലും ശരി, പലിശ പലിശ എന്നും പറഞ്ഞ് ആ മാഷിൽ എങ്ങോട്ട് വരാൻ പാടില്ല. അവനൊരു ചുക്കും ചെയ്യില്ല. അവന്റെ മൂത്ത ചേട്ടനില്ലേ, ആ കുടുംബീകരൻ വേലുമുത്തു എന്ന അവനെ ഞാൻ പേടിച്ചില്ല. പിന്നെയാണോ ഈ ഊളമുത്തു? ഒന്ന് പോകാൻ പറയടി. അപ്പനൊന്നും പറയണ്ട, എങ്ങനെയെങ്കിലും അവന് കാശ് കൊടുക്കണം. അപ്പം കൊടുത്തില്ലേലും അത് കൊടുക്കാൻ വേറെ ആളുണ്ടടി. ആര്? മുരുകൻ. തുടങ്ങി അപ്പന്റെ ഒരു മുരുകൻ. അവന്റെ മുരുകനല്ല, എന്റെ മുരുകൻ. അവൻ വന്നാ എല്ലാ പ്രശ്നവും തീരും. പെണ്ണിന്റെ ഒരു നാണം. പോസ്റ്റ്മാൻ ആളൊരു മിടുക്കനാണെന്നാണല്ലോ ചേച്ചി കേട്ടത്. ആണെന്നോ? നല്ല വെളുത്ത് തുടുത്ത് ഉയരമൊക്കെ ആയിട്ട്. എന്റെ ജാനകി, ഈ നാട്ടിലെങ്ങുമില്ല അതുപോലെ ഒരാണ്. നടക്കട്ടെ നടക്കട്ടെ മോളെ. പോസ്റ്റ്മാൻ ഇപ്പൊ ഏത് സമയത്ത് അവിടെ തന്നെയാണല്ലോ. ഈ ജാനകി, ഇനിയിപ്പൊ നാണപ്പച്ചേട്ടന്റെ കാര്യം പോക്ക. അല്ലെങ്കിലും അങ്ങനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ തോന്നും. അതെ, അക്കാര്യം ഞാൻ ഏറ്റു. പക്ഷേ ഡൽഹി വരെ പോകേണ്ടി വരും. നല്ല ചില്ലറ ചെലവ് വരും. സാരമില്ല, ഞാൻ ഏറ്റു. ഇന്ന് വൈകിട്ട് മന്ത്രിയെ
நான் போட்டு கொடுக்கறேன். மோளுக்கு பலா முட்டு கட்ட போட்டு வாசி பிடிக்காத மூடு. நான் போட்டு தரேன். അങ്ങനെ அண்ணனை தள்ளிட்டு நீ ஓடுறாடே. എന്താ തണ്ണി ഇത്? കൈയെടുക്ക. എന്താണ് ഓടാ ഓടാ. ആ ലെവലാതി നിങ്ങൾ വെക്ക്. ഞാനങ്ങ് വേർത്ത് പോയി. അയാളെ സമയത്ത് ഏതാടി അയാള്? നിനക്ക് അയാളെ മനസ്സിലായില്ലേ? ഇവിടുത്തെ പുതിയ പോസ്റ്റ്മാനാ. ഉണ്ണികൃഷ്ണൻ എന്ന പേര്. ഓ അത് ശരി. സിനിമയിലൊക്കെ കാണുന്ന നായകനെ പോലെ ഉണ്ട് അല്ലേ? പാവം ആ കൊച്ചു പേടിച്ചു പോയി. അതിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടല്ലേ. ആ പാണ്ടി കാളിമുത്തു അവൻ ഇത്തിരി കാശുള്ളതിന്റെ അഹംഭാവാ. പിന്നെ ഞാൻ ഇടപെടായിരുന്നു പാർട്ടിയുടെ. അതിരിക്കട്ടെ, ഏതാ കുട്ടി? കൊല്ലത്തിയാ, കൊല്ലം നാരായണന്റെ മോള്. ഇവരെ അടുത്താ. ഓ അത് ശരി. അപ്പൊ അവർക്ക് മറ്റാരുമില്ലേ? ഏതോ ഒരു മുറച്ചെറുക്കം മുരുകണമെന്നൊക്കെ പറയുന്നു. ആ തണ്ടപ്പൊരി അവനെ ഇല്ലാത്തിരിക്ക. എവിടെ നമുക്കൊന്നും ഒരു പ്രയോജനം ഇടുന്നേ. വാ. എന്താപ്പാ, എന്തു പറ്റി? അപ്പനെല്ലാം അറിഞ്ഞു മോളെ. ഏതായാലും അവന്റെ കരണക്കുറ്റിക്കിട്ട് കൊടുത്തത് നന്നായി. എന്റെ മുരുകനൊന്ന് വന്നോട്ടെ. അതുവരെ ക്ഷമിക്കുക ഞാൻ. കാളിമുത്തു അല്ല ഏത് മുത്തു വന്നാലും ശരി, കണക്കപ്പ തീർക്കും ഞാൻ. അതുവരെ മോളൊന്ന് കണ്ടു അറിഞ്ഞ് നിന്നേക്കണം. ശരിപ്പാ. എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. എന്താ ഉണ്ണിക്കുട്ടൻ എന്താ താമസിച്ച്? ഒന്നുമില്ല. അല്ല, ഇവിടെ വന്ന ഉണ്ണിക്കുട്ടൻ കുളിക്കണമെന്നറിയാം, അതുകൊണ്ട് ചോദിച്ചതാ. പുഴയിലാകുമ്പോ കുളിക്കാനൊരു സുഖമുണ്ടല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ. ഞാൻ പോവാ. ഇതാണ് വീടല്ലേ? അതെ. അപ്പനിവിടെ ഇല്ല. ശരി, ഞാൻ വരട്ടെ. അണപ്പന്റെ കടയില് പാലിന് നല്ല കട്ടിയാ, വെള്ളം ചേർക്കില്ല എന്നർത്ഥം. ഇതാ പുഷ്കര ചായ. നാണപ്പേട്ടോ? ഓ, നാട്ടുകാരാണ് നടപ്പിലാക്കിയ പിന്നെ കാർച്ചായത്തി നാണപ്പേടിന് കട പൂട്ടിയാ മതി. മോളെ നീ വന്നേ, കത്ത്. മുരുകന്റെ എഴുത്താ.
ദൈവമേ, ഒന്ന് വായിച്ചു നോക്ക് മോളെ, ഒന്ന് വായിക്കേ. അയ്യോ, മുരുകന്റെ ഓ ദൈവമേ. എന്നാ ഞാൻ പോട്ടെ. അയ്യോ, അങ്ങനെ പോയാൽ പറ്റില്ല. ആദ്യമായിട്ട് മുരുകന്റെ കത്ത് കൊണ്ടുവന്ന ആളല്ലേ. ഒരു ചായ കുടിച്ചിട്ട് പോവാം. മോളെ ചായ ഉണ്ടാക്കി പോയി ഇല്ലേ? വാ. നിങ്ങൾ സത്യത്തിൽ പോസ്റ്റ് മാനല്ല, എന്റെ പോസ്റ്റ് മോനാ. ഇഞ്ഞു വന്നേ. വാ വാ വാ. ഇതാര് നാണപ്പേട്ടനോ? വാ. നല്ല പാലുള്ളതിനാണല്ലോ. എന്നാലും എന്നോട് അത് വേണ്ടായിരുന്നു. തന്നോണ്ടിരുന്ന പാല് നിർത്തിക്കളഞ്ഞതെന്താ? അത് പിന്നെ എങ്ങനെയാ പാല് കൊണ്ടുവരുന്ന പെണ്ണിന്റെ പുറത്ത് കയറി കിടന്ന പിന്നെ പെണ്ണ് വരുമോ? അയ്യോ, അത് കയ്യബദ്ധം പറ്റിയതാ. ഒരു കൊലകാരണം. എന്ത് അബദ്ധമായാലും പെണ്ണ് നീ കടയിലോട്ടില്ല. എന്നാ പിന്നെ പാല് നിങ്ങൾ തന്നാ മതി. അങ്ങനെ നിർബന്ധമാണെങ്കിൽ പെണ്ണിന്റെ അപ്പന്റെ അടുത്ത് കൊടുത്തു വിടാം. അത് വേണ്ട. ഒന്നേ മോള് കൊണ്ടുവരണം, അതെ അമ്മ കൊണ്ടുവരണം. അപ്പം പാല് കൊണ്ടുവരണ്ട. ഉണ്ണിക്കുട്ടന് അപ്പം മുട്ടയെടുക്കട്ടെ? ദിവസവും അപ്പവും മുട്ടയും തിന്നാൻ എനിക്ക് കലക്രോദ്യോഗമൊന്നും അല്ലല്ലോ. ഞാനൊരു പാവം പോസ്റ്റ്മാനാ. എനിക്ക് ദോശ മതി. ആ